രാഹുൽ ഗാന്ധി അടക്കം അതിക്രൂരമായിട്ടാണ് നീക്കിയത്. അതെ 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 രാഹുൽ ഗാന്ധിയെ അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയൊക്കെ ഈ ശവശരീരം കൊണ്ടുപോകുന്നതാണ് വലിച്ചഴിച്ച് കൊണ്ടുപോയത്. മാത്രമല്ല ഇന്ന് ഈ സമരം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി പാർലമെൻറ്റ് നാളെ തൊട്ട് പ്രക്ഷുബ്ധമാകാൻ പോവുകയാണ്. ഞാൻ അവിടെ വീണ് എൻ്റെ കണ്ണാടി മൊത്തം പോയി, ചവിട്ടിയെല്ലാം ആളുകളെല്ലാം കൂടെ ഞാൻ മരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ദേഹത്തോടാണ് എല്ലാവരും ചവിട്ടിപ്പോയത്. അപ്പോൾ ഇത് ഇന്ത്യയിലിപ്പോൾ നമുക്കറിയാം ഈ ഗവൺമെൻറ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. പ്രധാനമന്ത്രിയാണ് അയോധ്യയിൽ ഭൂമി പൂജ നടത്തിയത്, അദ്ദേഹമാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയത്, അദ്ദേഹമാണ് ധ്വജാരോഹണം നടത്തിയത്, അദ്ദേഹമാണ് ഈ ട്രസ്റ്റിനെ നിയമിച്ചത്. 1500 കോടി രൂപയുടെ അഴിമതി അവിടെ നടന്നിട്ട് പുള്ളി ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അതുപോലെ അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി, മധ്യപ്രദേശ് മുഖ്യമന്ത്രി കോടാനുകോടി രൂപയുടെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചേക്കാണ്. ഡൽഹിയിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് ഇപ്പോൾ പോലീസ് വാനിലേക്ക് മാറ്റി അവിടെ നിന്ന് കൊണ്ടുപോയത്.